കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി പി ദിവ്യ, അക്രമകാരികളായ തെരുവുനായികളെ കൊല്ലാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത്തരത്തിൽ ഒരു അപകടം വരുമ്പോൾ മാത്രമാണോ ഇത്തരത്തിൽ നടപടികൾ സ്വീകരിക്കേണ്ടത്? ഇതില് നേരത്തെ തന്നെ തദ്ദേശ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ABC പദ്ധതിയൊക്കെ നടപ്പിലാക്കുന്നതിൽ നല്ല രീതിയിൽ ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് നമുക്ക് ABC പദ്ധതി കൊണ്ട് മാത്രം ഈ കാര്യങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റില്ല എന്നുള്ളതും, പ്രത്യേകിച്ച് നമ്മുടെ ജില്ലയിൽ ഉൾപ്പെടെ ആയിരക്കണക്കിന് കുട്ടികളാണ് പല പ്രദേശത്തുള്ളത്. അതെല്ലാം അക്രമാസക്തമാകുമ്പോൾ നിലവിലുള്ള നിയമമാണ് നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി. ആ നിയമത്തിൽ ഭേദഗതി വരുത്താതെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുക എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും തദ്ദേശ വകുപ്പിനെ സംബന്ധിച്ച് നമ്മുടെ സ്ഥാപനങ്ങളെ സംബന്ധിച്ചെല്ലാം നമ്മളെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. അതിന് മാറ്റം വരുത്തിയേ പറ്റും. ഞങ്ങൾ തന്നെ നേരത്തെ സുപ്രീം കോടതിയെ സമീപിച്ചതാണ്. വീണ്ടും ഞങ്ങൾ സുപ്രീം കോടതിയിൽ ഞങ്ങൾ വിശദമായ വാദം കേൾക്കാൻ വേണ്ടി കേസ് വെച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങൾ ഈ കാര്യങ്ങൾ ഇന്നലെ കണ്ണൂരുണ്ടായിട്ടുള്ള ഈ ദുരന്തത്തിന്റെ ഒരു പശ്ചാത്തലം കൂടി പറഞ്ഞ് അക്രമാസക്തമായ നായ്ക്കളെ ഇല്ലാതാക്കുക എന്നല്ലാതെ മറ്റൊരു സൊല്യൂഷൻ ഈ ഒരു സംഭവത്തോടുകൂടി നമ്മുടെ മുമ്പിലില്ല. അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അല്ലാതെ നമുക്ക് ഈ രീതിയിൽ ABC സെന്റർ മാത്രം ചെയ്താൽ ഇത് വളരെ പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റില്ല. ഭാവിയിൽ നമുക്ക് ആകെയുള്ള ഒരു പോംവഴി എന്ന് പറഞ്ഞാൽ ABC ചെയ്യുക എന്നുള്ളത് തന്നെയാണ്, വന്ധ്യം കരിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ശ്രീ പി ദിവ്യ, നിയമ പോരാട്ടം തുടരാൻ തന്നെയാണോ നിങ്ങളുടെ തീരുമാനം? തീർച്ചയായിട്ടും ഇതിൽ ഇന്നലത്തെ വിഷയത്തിൽ തീർച്ചയായിട്ടും സുപ്രീം കോടതി വീണ്ടും ഇടപെടണം എന്നുള്ളതാണ്. ഞങ്ങൾ വിശദമായ വാദം കേൾക്കാൻ മാറ്റിവെച്ചിട്ട് മാസങ്ങളായി. ആ വിശദമായ വാദം ഇപ്പൊ കോടതി വെക്കേഷനാണ്, അടിയന്തരമായിട്ട് ഈ സാഹചര്യത്തിലാണെങ്കിൽ ആ വിശദമായ വാദം കേൾക്കാൻ വേണ്ടി തയ്യാറാവണം. ഇപ്പൊ ജില്ലാ പഞ്ചായത്തിലെ കേസ് കൈകാര്യം ചെയ്യുന്നത് അഡ്വക്കേറ്റ് സുഭാഷിന് വക്കീലിന് ഇത്തരം ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ വിശദമായ വാദം കേൾക്കാൻ വേണ്ടി സുപ്രീം കോടതി അടിയന്തരമായിട്ട് അതിനൊരു സംവിധാനം ഒരുക്കണം എന്നുള്ളത് ഞങ്ങളിപ്പോൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ശ്രീമതി പി ദിവ്യ, അതുപോലെ ഒരു കാര്യം കൂടി, ഇപ്പോൾ അടിയന്തരമായി ഇതിൽ ഒരു നടപടി സ്വീകരിച്ചതായി കാണുന്നുണ്ട്. മുഴപ്പിലങ്ങാടുള്ള തെരുവുനായ്ക്കളെ എല്ലാം തന്നെ പിടികൂടുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ കാണുന്നുണ്ട്. ഇത്തരത്തിൽ പിടികൂടുന്ന തെരുവുനായ്ക്കളെ എവിടേക്കാണ് മാറ്റുക? ഞങ്ങളിവിടെ ജില്ലാ പഞ്ചായത്ത് തന്നെ ഞങ്ങളുടെ ABC സെന്ററിലേക്ക് ഇപ്പം ഇവിടുന്ന് തെരുവിൽ കാണുന്ന പട്ടികളെ ഇപ്പം ഞങ്ങൾ ക്യാച്ച് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഡോക്ടേഴ്സ് ഇന്ന് പുലർച്ചെ മുതൽ ഈ സ്ഥലത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ പട്ടികളെ പിടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിനെ ഞങ്ങൾ ക്വാറന്റൈൻ ചെയ്യുന്നത് പടിയൂരിലെ ഞങ്ങളുടെ ABC കേന്ദ്രത്തിൽ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള കൂടുകളുണ്ട്, അങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്. കാരണം ഇത് ഉള്ള പട്ടിയാണോ കടിച്ചിരിക്കുന്നത് എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല. നമ്മളാരും കടിച്ചു പട്ടിയെ കണ്ടിട്ട് കൂടിയില്ല. അപ്പോൾ ഇനിയൊരു ദുരന്തം കൂടി ഈ പ്രദേശത്ത് ഉണ്ടാവരുത് എന്നുള്ളതാണ്, ആ ഒരു ജാഗ്രതയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട തദ്ദേശ മന്ത്രി അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം കൂടി ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ശരി, നന്ദി ശ്രീ പി ദിവ്യ, കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചതിന്. തെരുവ് നായ്ക്കളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിയമ പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ വ്യക്തമാക്കുന്നത്. അക്രമകാരികളായ തെരുവ് നായ്ക്കളെ കൊല്ലാൻ അനുവദിക്കണമെന്ന് തന്നെയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ തീരുമാനം. ഈ വിഷയത്തിൽ ഇനിയും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്.